ഇന്ന് ലോക അവയവദാന ദിനമാണ്. നമ്മുടെ സഹായം കൊണ്ട് മറ്റൊരാളിൻ്റെ ജീവൻ രക്ഷിക്കുവാൻ ലഭിക്കുന്ന അപൂർവ ഒരു അവസരമാണ് സത്യത്തിൽ ഈ അവയവദാനം. ഇന്ന് അവയവദാനം വലിയ കടുത്ത വെല്ലുവിളികളെ നേരിടുകയാണ്. പലവിധമായ പ്രശ്നങ്ങളാണ്. അവയവങ്ങൾ സമയത്ത് മാറ്റം ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് മാത്രം മരിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് തന്നെ ഈ വർഷം മരിച്ചുപോയി. അദ്ദേഹത്തിന് കിഡ്നി പ്രശ്നമായിരുന്നു. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് സമയത്ത് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല, കടലാസ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അവസാനം അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. പ്രശസ്ത ചാർട്ടേഡ് അക്കൗണ്ടന്റായ തൃശ്ശൂരിലെ കൃഷ്ണകുമാറിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഈ അവയവദാനത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ഒരാളിനെ കുറിച്ച് ഞാനൊന്ന് പരാമർശിക്കട്ടെ. ബിസിനസ് രംഗത്തെ പ്രമുഖനായ കൊച്ചൗസേ ചിറ്റിലപ്പള്ളി, നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ 61 വയസ്സ് പ്രായത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു വൃക്ക അദ്ദേഹം ദാനം ചെയ്തു. അത് അങ്ങനെ മറ്റൊരാളെ തൻ്റെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ഈ വ്യവസായിക്ക് കഴിഞ്ഞു. എന്നാൽ അവയവം മാറ്റിവെക്കൽ പോലെ തന്നെ കൊച്ചൗസേ ചിറ്റിലപ്പള്ളി കഴിഞ്ഞ മാസം മറ്റൊരു മാറ്റിവെക്കൽ കൂടി നടത്തി. അദ്ദേഹം പത്രത്താളുകളിലും മാധ്യമങ്ങളിലും ഒക്കെ തന്നെ സ്ഥാനം പിടിച്ചു. കൊച്ചിയിലെ ചിറ്റിലപ്പള്ളി സ്ക്വയർ നിങ്ങൾക്കറിയാം, കാക്കനാടുള്ള ചിറ്റിലപ്പള്ളി സ്ക്വയർ. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കണ്ടെത്തിയ സ്ഥലത്ത് കൊച്ചൗസേപ്പിന് വളരെ വേണ്ടപ്പെട്ട ഒരു മരം നിന്നു. വലിയ പ്രശ്നമായി. മഡഗാസ്കർ ആൽമണ്ട് എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട ഒരു മരമായിരുന്നു അത്. മരം വെട്ടാൻ തീരുമാനിച്ചു നിർമ്മിക്കാൻ വന്ന ആളുകൾ. എന്നാൽ മരം വെട്ടാൻ കൊച്ചൗസേപ്പിൻ്റെ മനസ്സ് അനുവദിച്ചില്ല. വെട്ടുന്നതിന് പകരം മരം ഈ ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ തന്നെ സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചാലോ എന്നായി അദ്ദേഹത്തിൻ്റെ ചിന്ത. കൊച്ചൗസേപ്പ് അക്കാര്യം തീരുമാനിച്ചു. മാറ്റുമ്പോൾ മരത്തിൻ്റെ ഒരു തൊലിക്ക് പോലും കേടുപറ്റാതെ സൂക്ഷിക്കണം. ഇതായിരുന്നു കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി നൽകിയ നിർദ്ദേശം. സഹപ്രവർത്തകരാണെങ്കിലോ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയുടെ സഹപ്രവർത്തകരില്ല, അത് അക്ഷരം പ്രതി പാലിച്ചു. 2 ആഴ്ചത്തെ കഠിനമായ ശ്രമം കൊണ്ട് 10 കൊല്ലം പ്രായമുള്ള മരം JCBയും ക്രെയിനും ഒക്കെ ഉപയോഗിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് തൊലി പോലും പോകാതെ മാറ്റി നട്ടു. കൊച്ചൗസേപ്പിനെ സംബന്ധിച്ചിടത്തോളം മരമായാലും മനുഷ്യനായാലും ജീവന് വലിയ പ്രാമുഖ്യവും വിലയും ഉണ്ട്. പ്രകൃതി സൗഹൃദ ജീവിതത്തിൻ്റെ പ്രാധാന്യമാണ് ഈ പ്രവൃത്തിയിലൂടെ അദ്ദേഹം തെളിയിച്ചത്. മനുഷ്യന് ഒന്നിനും ജീവൻ കൊടുക്കാൻ കഴിയില്ല, നമുക്ക് സംരക്ഷിക്കാൻ മാത്രമേ കഴിയൂ. മനുഷ്യനൊപ്പം പ്രകൃതിയെയും സ്നേഹിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കണം. എല്ലാ ജീവജാലങ്ങൾക്കും ഈ മണ്ണിൽ ജീവിക്കാൻ അവകാശമുണ്ട്. എല്ലാ സസ്യജാലങ്ങൾക്കും ജീവിക്കാൻ അവകാശമുണ്ട്. അപ്പോൾ അതിൻ്റെ വിനാശകാരിയായ ഒരു കഥാപാത്രമായി മനുഷ്യൻ മാറാതിരിക്കട്ടെ എന്ന് ചിറ്റിലപ്പള്ളിയുടെ ഉദാഹരണത്തോടെ നമുക്ക് വിശ്വസിക്കാം, നമുക്ക് ചിന്തിക്കാം.